ഹലോ മീഡിയേഴ്സ്, അപ്പോൾ ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും എല്ലാവരും എന്നറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തിരക്കിൽ നമുക്ക് ഓണത്തിൻ്റെ ഒരു വൈബ് അല്ലേ, ഒരു ഡെക്കറേഷൻസ് ഒന്നും അത്ര ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞത്, ഓണം ആകുമ്പോൾ ടെക്സ്റ്റൈൽസുകൾ, മാളുകൾ, അതുപോലെ ഷോപ്പുകൾ ഒക്കെ ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ടത് ശരിക്കും മോളുകളിലെ ഡെക്കറേഷൻസുകളാണ് അല്ലേ. പക്ഷേ നമുക്ക് സമയമില്ല. നമ്മൾ ചിലപ്പോൾ ഓണം ആകുമ്പോൾ മോളിലൊന്നും പോയിന്ന് വരില്ല. ചിലപ്പോൾ ഒരു മോളിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എറണാകുളത്തെ ഏറ്റവും ഫേമസ് ആയ മോളുകൾ എന്ന് പറയുന്നത് ഒന്ന് ലുലു മാള്, സെൻട്രൽ മാള്, ഒബ്രോ മാള്, ഫോറം മാളൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും പോകാൻ പറ്റിയെന്ന് വരില്ല, ഷുവറാണ്. അപ്പോൾ നമുക്ക് ആ മോളുകളിലെ എല്ലാ ഓണം ഡെക്കറേഷൻസ് എത്രത്തോളം മനോഹരമാണ്, ആരും മിസ് ചെയ്യേണ്ട, എല്ലാവർക്കും ഞാനത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പോയിട്ട് വരാം. ഭയങ്കര പ്രതീക്ഷയോടുകൂടിയാണ് കേട്ടോ ഞാൻ മോളുകളിലേക്ക് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പോയത് ഫോറം മാളിലേക്കാണ്. അപ്പോൾ ഫോറം മാളിലേക്ക് ചെന്നപ്പോൾ തന്നെ ഞാൻ ഒരു ഡെക്കറേഷനും കണ്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി, ഇതെന്താ ഇങ്ങനെയാണ്. പക്ഷേ പിന്നെ ഫ്രണ്ട് പോർഷനിലേക്ക് ചെന്നപ്പോഴാണ് ഞാൻ വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ എലഗൻസ് ആയിട്ടുള്ള സംഭവം കണ്ടത്. ഇത് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ, ഭയങ്കര സൂപ്പറായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡെക്കറേഷൻ. പിന്നെ ഒറിജിനൽ പോലത്തെ ഒരു ആന അവിടെ നിൽപ്പുണ്ട്. തൊട്ടടുത്ത് ചെന്നപ്പോഴാണ് അറിയണത് സംഭവം ഒറിജിനൽ അല്ലത്, ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ളത്. പക്ഷേ ചെവിയൊക്കെ ആടുന്നു, കണ്ണൊക്കെ അനക്കുന്നു. പക്ഷേ നമുക്ക് നോക്കിയാൽ പെട്ടെന്ന് ഒറിജിനൽ ആണെന്ന് തോന്നും. ഭയങ്കര അടിപൊളിയായിരുന്നു, കൊള്ളാം, ഇഷ്ടപ്പെട്ടു എന്തായാലും. പിന്നെ ഞാൻ പോയത് സെൻട്രൽ മാളിലേക്കാണ് കേട്ടോ. അപ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയൊക്കെ ചെന്നപ്പോൾ ഫ്രണ്ടിൽ തന്നെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഭംഗിയായിട്ടൊരു വാതിലൊക്കെ ശരി ഒരു രസമായിട്ടുണ്ട്, പൂക്കളൊക്കെ വെച്ചിട്ട്. പിന്നെ കുറേ കൊട്ടകളൊക്കെ ഇങ്ങനെ തൂക്കി ഇട്ടിട്ടുണ്ട് മുകളിലായിട്ട്. പിന്നെ അകത്രേ ഉള്ളൂ കേട്ടോ, ഭയങ്കര സംഭവമായിട്ടൊന്നുമില്ല, ചെറിയ രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ. അകത്ത് അത്തപ്പൂക്കളം ഒറിജിനലായിട്ടാണ് കേട്ടോ ഇട്ടേക്കുന്നത്. പല ഇപ്പം അത്തപ്പൂക്കളവും ഡ്യൂപ്ലിക്കേറ്റായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് അതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഭംഗിയുണ്ട്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ചെല്ലുമ്പോൾ തന്നെ. പിന്നെ ഞാൻ പോയത് ഒബ്രോ മാളിലേക്കാണ് കേട്ടോ. എൻ്റെ അടുത്ത് തന്നെയാണ് ഒബ്രോ മാള്. അവിടെയും ഇതുപോലെ തന്നെ ഒരു ആനേനെ നിർത്തിയിട്ടുണ്ട്. പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ഒറിജിനലാണെന്ന് തോന്നും, പക്ഷേ അല്ല. പിന്നെ ഇത് ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ കഥകളി ഒരു രൂപം. പിന്നെ മൊത്തത്തിൽ ഔട്ട്ലെറ്റിൽ വലിയ ഭയങ്കര സംഭവമായിട്ടൊന്നും ഇല്ല, അകത്തൊന്നും വലിയ ഡെക്കറേഷൻസ് ഒന്നുമില്ല. മാവിയിലേക്ക് കൊണ്ട് അതെന്തോ അവിടെ പ്രോഗ്രാമൊക്കെ എല്ലായിടത്തും ഓരോരോ ഗെയിംസൊക്കെ നടക്കുന്നുണ്ട്, ഒരു ഫണ്ണി ഗെയിംസൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ മുകളിൽ ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഒബ്രോ മാളിൽ. ഒബ്രോ മാൾ കുഴപ്പമില്ല, പക്ഷേ ഇത് ഒരു രക്ഷയില്ല കേട്ടോ, ഇത് അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ പോയത് ലുലു മാളിലേക്കായിരുന്നു. ലാസ്റ്റ് നമ്മുടെ മോൾ ലുലു മാളാണ്. അതിൻ്റെ ഒരു എൻട്രൻസ് ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ. കാളയ്ക്ക് നെറ്റിപ്പട്ടം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് കഴിഞ്ഞിട്ട് പിന്നെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല. ഇതുപോലെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ. മൊത്തത്തിലുള്ള ഔട്ട്ലെറ്റിൽ കുറവാണ്. ഇത് ഒറിജിനൽ അത്തപ്പൂക്കളമാണ് കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്, അത് കാരണമാണ്. പിന്നെ എന്താ പറയുക, ഇത്രയൊക്കെ തന്നെയാണ് ഉള്ളത്. പിന്നെ ഒരു മാവേലീനെ കിട്ടി, ഫോട്ടോ എടുത്തു, കഴിഞ്ഞു. എല്ലാവരും കണ്ടോ? നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടു?